പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ല. എല്ലാവരുടെ കയ്യിലും ഗണ്ണുണ്ട്. തോന്നും പോലെ വെട്ടും കുത്തും, പിന്നെ അവിടെ ഇതാക്കും, സ്കെച്ച് ചെയ്യും, പരിപാടിയാണ്. അപ്പൊ ഇത് അതിന് മാധവ് സുരേഷിനെ പറയും. മാധവ് സുരേഷിനെ കിട്ടിയിട്ട് ഇതിൽ അദ്ദേഹത്തിന് മാക്സിമം ഡയലോഗ്സ് കുറച്ച് കൊടുത്ത ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. കാരണം ഡയലോഗ്സ് മാക്സിമം കുറച്ചാ കൊടുത്ത്. എന്നിട്ട് ഇവനെ കേട്ടിട്ട് പറയാം, ആണുങ്ങളെ പോലെ അടിക്കടോ, കെട്ടഴിച്ചിട്ട് അടിക്കടോ, ഇതാണോടാ ഓണത്തും, ഇതാണോടാ ഓണത്തും. അപ്പൊ ഇവൻ അടിച്ചങ്ങ് ചോര ഒപ്പിച്ച് കളയും. ഹൈലി സാറ്റിസ്ഫൈഡ് അവിടെ പീക്ക് സാറ്റിസ്ഫാക്ഷനാ ഇവന്റെ ഡയലോഗ് ഓടിയോ, ആണുങ്ങളെ പോലെ അപ്പൊ തന്നെ അടിച്ച് ചോര ഒപ്പിച്ച് കളയും. അപ്പൊ അങ്ങനത്തെ അതാണ് കുറെ മലങ്ങളുടെ മൊമെന്റ്സാ. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോവും. ഈ മാധവ് സുരേഷ് ജയിലിൽ പോണത് മറ്റേ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിനോ അല്ലെങ്കിൽ അങ്ങനത്തെ പെറ്റി കേസിനോ ഇതൊന്നുമല്ല. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ജയിലിൽ പോകേണ്ട കാര്യം ഞാൻ പറഞ്ഞാണ്. അതായത് ചെറിയ കേസിനല്ല ഇവൻ പോണത്. ഇവൻ പോണത് പിന്നെ മർഡർ, അതുപോലെ തന്നെ പിന്നെ റേപ്പ് പോലുള്ള, റേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും പുള്ളിയല്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ പോയിട്ട്, പക്ഷെ പുള്ളി ഒരുമാതിരി മറ്റേ ആലി ചന്തയ്ക്ക് പോയതുപോലെ പുള്ളി ചുമ്മാ പോയിട്ടിങ്ങ് വരും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ടിങ്ങ് വരും. ഇതെന്താ ഇങ്ങേർക്ക് പ്രത്യേകിച്ച് എന്താ സൗജന്യം ഉണ്ടോ? പുള്ളിക്ക് പിന്നെ പ്രായമൊന്നുമില്ല, ഫുൾ ടൈം അങ്ങനെ തന്നെ, ഫുൾ ടൈം കരിവരുണ്ട ജീവിതം, അതാണ് പുള്ളിയുടേത്. അപ്പോൾ